കൊടുക്കരുത് എന്ന് തന്നെ ഞാൻ വീണ്ടും 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 പറയാം. പരമാവധി കൊടുക്കാതിരിക്കണം. ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെ നമ്മുടെ നിയന്ത്രണത്തിലാകണം എന്ന് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ കാര്യം നമ്മൾ പരിഗണിക്കണം. മോനെ എന്തൊക്കെയാണ് വിശേഷം, ഓരോ സുഖവിവരങ്ങൾ, ഓളെ കുറിച്ച് ഓളോട് കൂടെ നിൽക്കാൻ, അവനോട് കൂടെ നിൽക്കാൻ ഉപ്പയും തയ്യാറാകണം, ഉമ്മയും തയ്യാറാകണം. അപ്പൊ നിങ്ങൾ പറയാം, നമ്മളെപ്പോഴും മക്കളെ കൂടെ ഉണ്ടല്ലോ, മൂപ്പരാണ് ശ്രദ്ധിക്കേണ്ടത്, ആ മൂപ്പരോടാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പൊ കിട്ടിയ ആളുകളല്ലേ നിങ്ങളോട് പറയാം. അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? ശ്രദ്ധിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. രണ്ട് ലോകത്തും കൺകുളിർമയുള്ള മക്കളിൽ അള്ളാഹു നമ്മുടെ മക്കൾ ഉൾപ്പെടുത്തി തരട്ടെ. ആയിക്കോളും. അതിന് വേണ്ടത് എന്താ പറയുക, നിങ്ങൾ അവർക്ക് ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടുതൽ വളക്കാതെ ചെറിയ രൂപത്തിൽ അവരെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് ശരിയാക്കിയാൽ നന്നാകും. നമ്മളവരുടെ കൂടെ ഉണ്ട് അവർക്ക് മനസ്സിലായാൽ മാത്രം മതി. എന്നാൽ നമുക്ക് അവരുടെ എല്ലാ നിലക്കും രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ പറഞ്ഞത് അവർ അംഗീകരിക്കും. ചൂടാകരുത്, വെറുപ്പിക്കരുത്, സ്ട്രോങ്ങിൽ പറയരുത്, അവർ ഇഷ്ടമുള്ളതിനെ നിന്ദിക്കരുത്. അതൊക്കെ നമുക്ക് എതിരും ഇസ്ലാമിനെതിരൊക്കെ ആണെങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ടേ വഴിക്ക് വരാൻ പറ്റൂ. ഒറ്റയടിക്ക് ഇങ്ങനെ വടിക്കാൻ നോക്കിയാൽ, ഒറ്റയടിക്ക് ശ്രമിക്കാൻ നോക്കിയാൽ ഒക്കെ പൊട്ടും. വടിഞ്ഞത് വേഗം പൊട്ടുമല്ലോ. അത് ശ്രദ്ധിക്കണം. വളരെ നല്ല രൂപത്തിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹദീസിൽ കാണാം, ഒരാൾക്ക് 10 മക്കൾ ഉണ്ടായാൽ, 10 മക്കൾ അവരുണ്ട്, അതിൽ ഉണ്ടോ ഇല്ലേ? നമ്മുടെ വീട്ടിലെല്ലാം കൂടി 10 ഇല്ല, 9 ആയിട്ടുള്ളൂ അല്ലേ? അല്ലാഹു തആല ആവശ്യമുള്ളവർക്കൊക്കെ നല്ല മക്കളെ നൽകട്ടെ. 10 മക്കൾ ഉണ്ടായാൽ ആ 10 മക്കളെ നല്ല നിലക്ക് വളർത്തിയാൽ അവരുടെ സ്നേഹം രക്ഷിതാക്കളുടെ സ്നേഹം അവരിലേക്ക് കിട്ടിയാൽ അവരെന്റെ കൂടെ സ്വർഗത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇത് എപ്പോഴാണ് പറയണമെന്ന് അറിയോ? നബി തങ്ങൾ പറയണം, നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കണം, കുട്ടികളെ ചുംബിക്കണം, നിങ്ങളുടെ സ്വന്തം മക്കളെ ചുംബിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് വേണമെന്ന് പറയുമ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാണ്, നബിയെ എനിക്ക് 10 മക്കളുണ്ട്. എന്നിട്ട് ഇന്ന് വരെ ഞാനിങ്ങനെ കുട്ടികളോട് കൂടെ കളിച്ചിട്ടില്ല, അവരുടെ കൂടെ ഇരുന്നിട്ടില്ല. ഇത് കേട്ടപ്പോൾ നബി തങ്ങളുടെ ശരീരത്തിലെ മുഖവിവർണമായി. നബി തങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് ഒറ്റ പറച്ചിലാണ്, ഇത് പെട്ടെന്ന് സ്ഥലം കിട്ടോ, അള്ളാഹുവിന്റെ റഹ്മത്ത് അറിയില്ല കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവർക്ക്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കുട്ടികളെ കുറിച്ച് പൂമ്പാറ്റകളാണ് എന്നാണ് ഹദീസിന്റെ അർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ റസൂലിനെ നന്നായി സ്നേഹിച്ചാൽ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉണ്ടാവും. എല്ലാ വിഷയത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ.